വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത ഹർജിയിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ നിർദ്ദേശങ്ങൾ. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്ന് സുപ്രീം കോടതി. ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുതെന്നും കോടതി വ്യക്തമാക്കി. ഹർജിയിൽ നാളെയും വാദം തുടരും. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഈ വഖഫ് ഭൂമി വിഷയം അല്ലെങ്കിൽ വഖഫ് ഭേദഗതി വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി ഇന്ന് മുന്നോട്ട് വെച്ചത്? തീർച്ചയായും അതിന്റെ വിശദമായ ഘട്ടത്തിലേക്ക് വിശദമായ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് നൽകിയ ഒരു 90-ലധികം ഹർജികളാണ് ഈ നിയമം ചോദ്യം ചെയ്ത് ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഹർജികൾ സമർപ്പിച്ചിരുന്നു. എന്തായാലും മുസ്ലിം ലീഗിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലാണ് ഇന്ന് അവിടെ ഹാജരായത്. എന്തായാലും ഈ ഹർജികൾ വാദം നടന്നപ്പോൾ സുപ്രധാനമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. അതിൽ വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. കൂടാതെ ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായി സ്വത്തുക്കൾ അത് അല്ലാതാക്കരുത് എന്നും കോടതി പറയുന്നു. കൂടാതെ ഈ വഖഫ് സമിതിയിൽ നാമനിർദ്ദേശം ചെയ്യുന്നവർ മുസ്ലിം വിഭാഗക്കാർ തന്നെ ആയിരിക്കണം എന്നൊരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. ഈ പ്രധാനമായും കോടതി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങളെല്ലാം ഈ പറയുന്നവയാണ്. എന്തായാലും ഈ കേസിൽ നാളെയും വാദം തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും വാദം തുടരും. ഈ ഒരു കേസ് പരിഗണിച്ച് ഈ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിശദമായ വാദം കേട്ട ശേഷം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ നാളെയും വാദം കേൾക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് കേസിൽ നാളെയും വാദം തുടരാനുള്ള ഒരു തീരുമാനം. നാളെ ഇതിൽ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നാളെയും വാദം തുടരും. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെയാണ് വാദം തുടരുക എന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഒരു 90-ലധികം ഹർജികൾ ഈ വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നുവെന്നതാണ് പറയേണ്ടത്. മുസ്ലിം ലീഗിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരായത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പാർലമെന്ററി നിയമനിർമ്മാണത്തിലൂടെ ഒരു മതത്തിന്റെ ആചാരത്തിൽ ഇടപെട്ടെന്നാണ് പ്രധാനമായും കപിൽ സിബൽ അവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. ഭരണഘടനയുടെ 25-26 അനുച്ഛേദങ്ങളുടെ ലംഘനം ഉണ്ടായി എന്നും പറയുന്നു. കൂടാതെ ഈ സർക്കാരിന്റെ ഭൂമി വഖഫാണോ എന്ന് തീരുമാനിക്കേണ്ടത് കളക്ടറാണോ എന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കൂടാതെ ഈ മുസ്ലിം വിഭാഗത്തിന്റെ സ്വത്തുക്കൾ നോക്കി നടത്താൻ മുസ്ലിങ്ങൾക്ക് കഴിയും എന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നാലെ സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യം, വിശദമായ ചർച്ചകൾ ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പായി നടന്നിരുന്നു എന്ന കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. കൂടാതെ ഈ ചില ചോദ്യങ്ങൾ ഈ വാദം നടക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉന്നയിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഭൂമി സംബന്ധിച്ച തർക്കത്തിൽ ആര് തീരുമാനമെടുക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. കൂടാതെ ഈ വഖഫാണെന്ന് പറഞ്ഞ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിയമ ഭേദഗതിക്ക് ശേഷം അതെന്താകും എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചോദ്യമായി ഉന്നയിച്ചു. അങ്ങനെ വളരെ വിശദമായ രീതിയിൽ തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ വാദം നടന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ കേട്ടത്. എന്തായാലും നാളെയും ഈ ഹർജികളിൽ വാദം തുടരുമെന്നാണ് അറിയുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലാണ് നാളെയും വാദം കേൾക്കണമെന്ന് കോടതിക്ക് മുമ്പാകെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നാളെയും വാദം കേൾക്കാനുള്ള തീരുമാനം. ചില സംസ്ഥാനങ്ങളും ഈ ആവശ്യം മുന്നോട്ട് വെച്ച് തുടർന്നാണ് നാളെ വീണ്ടും വാദം കേൾക്കാനുള്ള തീരുമാനം. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഇടപെടൽ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അതിൽ പ്രധാനമായും പറയേണ്ടത് വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്നത് തന്നെയാണ്. അതുല്യ, എന്തായാലും ഇപ്പോൾ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതിൽ ഒരു കാലതാമസം ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ മൂലം ഉണ്ടാവില്ലേ? അതില്ല, നിലവിൽ ഈ ഹർജികൾ ഈ വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ വീണ്ടും ചില വിശദമായി തന്നെ വാദം നടക്കുകയാണ്. എന്തായാലും വാദം നാളെയും തുടരും. എന്തായാലും ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ എത്താമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും നമുക്ക് അറിയാനുണ്ട്. എന്തായാലും
ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമമായി കഴിഞ്ഞൊരു വിഷയം തന്നെയാണിത്. അതിൽ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ വഖഫ് നിയമ ഭേദഗതിക്ക് എതിരായ ഹർജികളിൽ വാദം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ നിയമത്തിനെതിരെ ഈ വഖഫ് ഭേദ നിയമത്തിനെതിരെ നൽകിയ ഹർജികളിൽ പ്രധാനമായും കോടതി ഇടപെടൽ വളരെ ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഡീനോട്ടിഫൈ ചെയ്യരുത് എന്ന് തന്നെയാണ് അതിൽ പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ ഉപയോഗം വഴിയോ അതോടൊപ്പം തന്നെ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്നൊരു കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം. കൂടാതെ വഖഫ് സമിതിയിൽ നാമനിർദ്ദേശം ചെയ്യുന്നവർ മുസ്ലിം വിഭാഗക്കാർ തന്നെയാകണം എന്നൊരു കാര്യം കൂടി കോടതി പറയുന്നത്. ഇതെല്ലാം തന്നെ ഒരു വളരെ നിർണായകമായ ഒരു ഇടപെടൽ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഹർജികളിൽ നാളെയും വാദം തുടരും. അതുല്യ.